ഇവിടെ ഒരു വക്കീലുണ്ട് സാർ, അദ്ദേഹം താഴെ കോടതി പോയി തോക്കുമ്പോ പറയും അപ്പീല് പോകാൻ വിധിയായിട്ടുണ്ട്. ഹൈക്കോടതി പോയി അവിടെ തോറ്റു, അപ്പോഴും പറയുന്നു അപ്പീൽ പോകാൻ വിധിയായിട്ട് നമ്മൾ ജയിച്ചു കഴിഞ്ഞു. പിന്നെ സുപ്രീം കോടതി പോയപ്പോ സുപ്രീം കോടതിയുടെ ഇതേവരെയുള്ള ചരിത്രത്തിൽ ഒരു നിയമസഭാ സാമാജികനോട് ചോദിക്കുകയാണ് 10 ലക്ഷം രൂപ ഫൈൻ അടിക്കണമോ എന്ന് ചോദിച്ച ചരിത്രം കേരളത്തിന്റെ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഇതേവരെയില്ല സാർ. സ്വന്തമായിട്ട് ഓഫീസുണ്ട് സാർ, സ്വന്തമായി വാദിക്കുന്നയാളാണ് സാർ. ഇനി ആകെ ആശ്രയം ഹേഗിനൊരു കോടതിയുണ്ട്, ഇന്റർനാഷണൽ കോടതി. ആ കോടതിയിലേക്ക് അപ്പീലുണ്ട് എന്നാണ് ഇന്നലെ അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞത് സാർ. സാർ, എല്ലാ ഇതിനകത്തും ഈ ചാനൽ ചർച്ചയിൽ ഇങ്ങനെ കാണിക്കും കടലാസുണ്ടെന്ന്. കോടതി ചോദിച്ചപ്പോ ഇതാ കാണിക്കുന്നത്. ഇതാണ് രേഖ. ഈ രേഖ ശങ്കരാനി പറഞ്ഞ രേഖ. ചാനൽ ചർച്ചയിൽ ജഡ്ജിമാരെല്ലാം വിധിച്ചു ഇത് കൊള്ളാം. എന്നാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ കോടതിയിൽ നിന്ന് തിരിച്ചടിയേറ്റത് കേരളവർമ്മയുടെ കാര്യം ഞാൻ പറയുന്നില്ല. കേരളവർമ്മയിൽ അവസാനം കോടതിയിൽ പോയിട്ട് വോട്ട് കൂട്ടിക്കൊടുത്തു. ഏത് SFIക്കാർക്ക് ഒന്നുകൂടി വോട്ട് കൂട്ടിക്കൊടുത്ത അസാധാരണമായ സ്ഥിതിയുള്ള ആ നിയമസഭാ സാമാജികൻ കൂടിയുള്ള സ്ഥലമാണ് സാർ. അപ്പോ ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിൽ നിന്ന് എല്ലാ കോടതിയിൽ നിന്നും ഭരണപക്ഷത്തിനാണ് സാധാരണ തിരിച്ചടിയേക്കുക എന്നാണ് വാർത്തയെങ്കിൽ പ്രതിപക്ഷത്തിന് തുടർച്ചയായ തിരിച്ചടികൾ മാത്രം അതാണ് ഉണ്ടായിരുന്നെന്ന് കാണുന്നു.